ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ഋതൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇത് ഞാൻ എൻ്റെ വീടിനടുത്തുള്ള നഴ്സറിയിൽ നിന്ന് മേടിച്ച തക്കാളി തൈകളാണ്. ഞാൻ എങ്ങനെയാണ് ഗ്രോ ബാഗ് നിറയ്ക്കുന്നതെന്നും തക്കാളി തൈകൾ നടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. തക്കാളി വർഗ്ഗ വിളകളായ വഴുതന, പച്ചമുളക്, തക്കാളി തുടങ്ങിയ സാധനങ്ങൾക്കെല്ലാം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇത് നമ്മുടെ സ്യൂഡോമോണസ് ആണ്. ഇത് ഒരു ജൈവ കുമിൾനാശിനിയാണ്. നമ്മുടെ മാർക്കറ്റിൽ ഏകദേശം 80 രൂപ റേറ്റാണ് ഇതിന് വരുന്നത്. ഇത് നമ്മുടെ വളം വിൽക്കുന്ന കടകളിലും പിന്നെ നഴ്സറികളിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ തക്കാളി കൃഷി ചെയ്യുന്ന തുടക്കക്കാർ തീർച്ചയായിട്ടും ഇതിൽ ഒരു പാക്കറ്റ് മേടിച്ച് നിങ്ങളുടെ കയ്യിൽ കരുതണം. തക്കാളി കൃഷിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് നമ്മുടെ സ്യൂഡോമോണസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കപ്പിൽ ഞാൻ 1 സ്പൂൺ സ്യൂഡോമോണസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ കട്ടകളൊക്കെ മാറ്റാം. എന്നിട്ട് നമുക്ക് നമ്മുടെ തക്കാളി തൈകളെ ഓരോന്നിനെയും ഈ സ്യൂഡോമോണസ് ലായനിയിൽ ഒരു അരമണിക്കൂറെങ്കിലും മുക്കി വെക്കേണ്ടതുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളി ചെടിക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് നമ്മുടെ വേര് ചീയൽ, അതുപോലെ തന്നെ വാട്ടരോഗം. അപ്പം വാട്ടരോഗം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ചെടികളെ നമുക്ക് രക്ഷിക്കാനേ പറ്റത്തില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഇതുപോലുള്ള ബദൽ മാർഗ്ഗങ്ങൾ സ്വീകരിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ചെടികളുടെ വേരുകളെ ദൃഢപ്പെടുത്തുകയും ഈ വേരുകൾ വഴി ഉണ്ടാകുന്ന കീടബാധ ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് നമ്മളിങ്ങനെ ഈ സ്യൂഡോമോണസിൽ മുക്കി വയ്ക്കുന്നത്. ഇങ്ങനെ മുക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നമ്മുടെ വാട്ടരോഗം നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ചെടികളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. ഇനി നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഞാനിവിടെ എൻ്റെ ഗ്രോ ബാഗിൽ നമ്മുടെ മുറ്റത്തുനിന്ന് പറിക്കുന്ന കളകളെല്ലാം ഞാനിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ കളകളെല്ലാം അഴുകി നമ്മുടെ തക്കാളി ചെടിക്ക് നല്ലൊരു വളമാകാനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ പറമ്പിൽ നിന്ന് കളകളെല്ലാം ഒഴിവായി കിട്ടുകയും ചെയ്യും. ഇത് അഴുകി കഴിയുമ്പം ഈ ചെടികൾ വലിച്ചെടുത്തേക്കുന്ന മൂലകങ്ങളെല്ലാം നമ്മുടെ തക്കാളി ചെടിക്ക് വരികയും നമ്മുടെ തക്കാളി ചെടി നല്ല കരുത്തോടെ വളർന്ന് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ എപ്പോൾ ഗ്രോ ബാഗ് നിറച്ചാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നതുണ്ടല്ലോ, ഇതിന് മുൻപേ ഞാൻ തക്കാളിയും വഴുതനയും ഒക്കെ കൃഷി ചെയ്ത മണ്ണ് തന്നെയാണ്. നല്ല വളക്കൂറുള്ള മണ്ണാണ്. അതുകൊണ്ട് ഞാൻ ഈ മണ്ണ് തന്നെയാണ് നമ്മുടെ തക്കാളി കൃഷിക്ക് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം ഞാനിതെൻ്റെ എൻ്റെ ഈ ചാക്കിലോട്ട് ഞാനിങ്ങനെ കുടഞ്ഞിടുവാണേ. എന്തിനാന്ന് വെച്ചാലേ, നിങ്ങളെ ഞാനൊരു കാര്യം കാണിച്ചു തരാവേ. നമ്മുടെ കർഷകൻ്റെ മിത്രമായ മണ്ണിര ഇതിലുണ്ട്. നല്ല വളക്കൂറുള്ള മണ്ണാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ മണ്ണ് തന്നെ എടുത്തത്. ഈ മണ്ണ് ഞാൻ തയ്യാറാക്കിയെന്ന് വെച്ചാൽ മണ്ണിൽ ഡോളോമേറ്റോ അല്ലെങ്കിൽ നമ്മുടെ കുമ്മായോ ഇട്ട് 10-15 ദിവസം ഞാൻ നന്നായിട്ട് വെയിൽ കൊള്ളിച്ചതിന് ശേഷം എടുത്തിട്ടുള്ള മണ്ണാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തത്. കണ്ടോ, ഇഷ്ടം പോലെ മണ്ണിരകളൊക്കെ ഉണ്ട് കണ്ടോ. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ തക്കാളി കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഈ ഗ്രോ ബാഗിൽ ഞാൻ അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കരിയിലയാണ്. കരിയിലയെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിൽ പൊടിഞ്ഞ് ചേർന്ന് നമ്മുടെ തക്കാളി കൃഷിയുടെ വേരുകൾക്കെല്ലാം നല്ല ബലം കൊടുക്കും. പെട്ടെന്ന് തന്നെ ഇതിന് വേരോടാൻ സഹായിക്കുന്ന ഒന്നാണ് കരിയില. കരിയില എല്ലാ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോഴും ഞാൻ ഉപയോഗിക്കാറുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നല്ലൊരു വളവുമാണ്. പിന്നെ നമ്മുടെ ചെടികൾക്കെല്ലാം പെട്ടെന്നൊരു ഗ്രോത്ത് കാണും കേട്ടോ. ഈ കരിയില നല്ലതായിട്ട് നമ്മളിതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇത് നിറഞ്ഞെന്ന് കരുതി നമ്മൾ ഇരിക്കേണ്ട. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് അഴുകി കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ ഈ ഗ്രോ ബാഗിൻ്റെ പകുതിയായിട്ട് ഇത് ചുരുങ്ങും. അപ്പം നമുക്ക് പിന്നെയും ഇതിൻ്റെ അകത്ത് നമുക്ക് കരിയില ഇടണമെങ്കിൽ കരിയില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിത് കരിയില കമ്പോസ്റ്റാക്കി ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല വളമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ആദ്യം ഈ ഗ്രോ ബാഗിൽ ഫില്ല് ചെയ്യാം. നല്ലതായിട്ട് അമക്കി ഇത് കുറച്ച് കഴിയുമ്പോൾ താഴോട്ട് നല്ലതായിട്ട് അമങ്ങും കേട്ടോ. അപ്പം ഇത് നല്ലതായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാവേ. നല്ലതായിട്ട് കുറച്ച് മണ്ണ് മതി കേട്ടോ. നമുക്ക് എവിടെ വെയിറ്റ് ഇല്ലാത്ത നമ്മുടെ ഗ്രോ ബാഗ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും മാറ്റി വെക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് മണ്ണ് മതിയേ. നല്ലതായിട്ട് അതിൻ്റെ സൈഡിലെല്ലാം വരത്തക്ക രീതിയിൽ നല്ലതായിട്ട് നമ്മൾ ഈ ഗ്രോ ബാഗിൽ നല്ലതായിട്ടും കൂടെ നിറച്ച് കൊടുക്കുക മണ്ണ്. അപ്പം ഞാനിത് പ്രത്യേകം പറയുന്നു, ഞാൻ ഡോളോമൈറ്റ് ആക്കിയിട്ട് പുളിയൊക്കെ മാറ്റിയ മണ്ണാണ്. അപ്പം നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ അതുപോലെ ഒരു 10-14 ദിവസമെങ്കിലും നിങ്ങൾ ഡോളോമൈറ്റോ കുമ്മായോ ഇട്ടതിന് ശേഷം പുളിപ്പൊക്കെ മാറ്റിയതിന് ശേഷമേ തക്കാളി തൈകൾ നടാവുള്ളൂ കേട്ടോ. ഇല്ല, മണ്ണിൻ്റെ pH മാറിപ്പോയി കഴിഞ്ഞാൽ തക്കാളി ചെടിക്ക് പെട്ടെന്ന് അസുഖം വരുവേ. ഇനി നമുക്ക് നടുവിലൊരു കുഴി ഉണ്ടാക്കിയിട്ട് നമ്മുടെ തക്കാളി തൈകൾ ഒരെണ്ണം അങ്ങോട്ട് നടാം കേട്ടോ. പിന്നെ ഞാൻ ഈ തക്കാളി തൈകൾ നടുന്നത് ചരിച്ചിട്ടാണ്. തക്കാളി തൈകളുടെ ഈ ഒരു ഇലയുടെ
തൊട്ട് മുകളിൽ വരെ മണ്ണ് നിൽക്കരുത്. കാരണം ഇവിടെ എല്ലാം വേരുകൾ വരേണ്ടതാണേ. അപ്പോൾ അവിടെ വരെ മണ്ണ് വരത്തക്ക രീതിയിലാണ് നടുന്നത്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ചരിച്ചിട്ടാണ് ഈ തക്കാളി തൈകൾ നടുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇതിന് ഈ സൈഡിൽ കൂടെ ഉള്ള വേരെല്ലാം നല്ലതായിട്ട് വരും. അപ്പോൾ നമ്മുടെ ചെടിക്ക് കുറച്ച് കാലം കൂടെ നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതുവരെ നട്ടിട്ടുള്ള തക്കാളികളെല്ലാം ഞാനിങ്ങനെ ചരിച്ചിട്ട് തന്നെയാണ് നടുന്നത്. ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നെന്നും പറഞ്ഞ് നിങ്ങളൊന്നും വിചാരിക്കുകയൊന്നും വേണ്ട. ഇത് 2 ദിവസം കഴിയുമ്പോഴത്തേക്കിന് തന്നെ ഉണ്ടല്ലോ, ഇത് നേരെ ഈ വളഞ്ഞ് നിൽക്കുന്ന സാധനം നേരെ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തോട്ട് അത് ഇങ്ങനെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ തക്കാളി തൈകൾ അങ്ങോട്ട് നട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഗ്രോ ബാഗിൽ ഞാൻ 2 തക്കാളി തൈകളാണ് നടുന്നത്. അപ്പം നമുക്ക് നമ്മുടെ തക്കാളി തൈകൾ ഇങ്ങനെ ചരിച്ച് തന്നെ അങ്ങോട്ട് നട്ട് കൊടുക്കാം. അപ്പം ചരിച്ച് നടുന്നതുകൊണ്ട് അത്രയും ഭാഗം അങ്ങ് മണ്ണിനടിയിൽ പോകുന്നതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് തക്കാളി ചെടികൾ വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും. നമ്മളെ തക്കാളി ചെടിക്ക് നല്ല കരുത്തും കിട്ടും. അതുപോലെ തന്നെ ഞാൻ ഇനി അടുത്തതായിട്ട് ഇതിന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ സ്യൂഡോമോണസ് കലക്കി അത് മുക്കി വെച്ചിരുന്ന വെള്ളം തന്നെയാണ്. ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഞാൻ ഇത് തന്നെയാണ് ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പം നനയ്ക്കുന്നതും ഈ സ്യൂഡോമോണസ് വെച്ച് തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ തൈക്ക് നല്ലൊരു കരുത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്യൂഡോമോണസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്യൂഡോമോണസ് എല്ലാവരും മേടിച്ച് നമ്മളിങ്ങനെ കരുതി വെക്കേണ്ടതാണ് നമ്മുടെ വീട്ടിൽ കേട്ടോ. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മുടെ തക്കാളി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയും വേണം. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഡോളോമേറ്റ് അല്ലെങ്കിൽ കുമ്മായം കലക്കി നമ്മുടെ തക്കാളി ചെടിക്ക് ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഇലയിലും തണ്ടിലും പൂവിലും എല്ലാം നല്ലതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തക്കാളി ചെടിക്ക് വാട്ടരോഗമൊന്നും വരാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അപ്പം നിങ്ങളും ഇങ്ങനെ തന്നെ തക്കാളി തൈകൾ നടാനായിട്ട് ശ്രദ്ധിക്കണം. ഒത്തിരി കൂട്ടുകാരുണ്ട് തക്കാളി തൈ നട്ട് മടുത്ത് ഇനി നശിച്ചു പോയത് കാരണം ഇനി ഈ തക്കാളി തൈയേ നടുന്നില്ല എന്ന് കരുതിയ കൂട്ടുകാർക്കൊക്കെ വേണ്ടിയുള്ളതാണ്. ഇങ്ങനെ ചെയ്ത് നോക്കണം. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇതുപോലെ തന്നെ നിറച്ച് വെച്ചിരിക്കുന്ന എൻ്റെ ഗ്രോ ബാഗുകളാണിത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് തക്കാളി തൈകൾ ഓരോന്നായിട്ട് നടാം. ഇതുപോലെ സെയിം മെത്തേഡിൽ ചരിച്ച് തന്നെയാണ് ഞാൻ എൻ്റെ തക്കാളി തൈകൾ നടുന്നത്. ഇത് നിങ്ങൾക്ക് ഇനി അടുത്തുള്ള വീഡിയോയിൽ ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇത് ചരിഞ്ഞിരിക്കുന്നത് കൊണ്ടല്ല, കുറച്ച് സൂര്യപ്രകാശം അടിച്ചു കഴിയുമ്പോൾ ഇത് നേരെ തന്നെ വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനും ഞാൻ സ്യൂഡോമോണസ് കലക്കിയ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ തക്കാളി ചെടിക്ക് ഏറ്റവും കരുത്ത് നൽകാൻ പറ്റിയ നല്ലൊരു സാധനമാണ് നമ്മുടെ സ്യൂഡോമോണസ്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും നടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ തക്കാളി ചെടിയുടെ താഴെയുള്ള മണ്ണി മുട്ടി നിൽക്കുന്ന ഇലകളൊക്കെ കട്ട് ചെയ്ത് വിട്ടു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ മണ്ണി മുട്ടി നിൽക്കുന്ന ഇലകളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, കട്ട് ചെയ്ത് വിട്ടു കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിന് മണ്ണി മുട്ടിക്കിടന്നാൽ പെട്ടെന്ന് തന്നെ വാട്ടരോഗം വരും. അപ്പോൾ അതൊക്കെ കിട്ടിയാൽ പിന്നെ തണ്ടിനോട് ചേർത്ത് വെച്ച് നമ്മൾ ഈ ഇലകൾ നുള്ളിക്കളയരുത്. കുറച്ച് ഗ്യാപ്പ് ഇട്ട് വേണം നുള്ളിക്കളയാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ തക്കാളി തൈയുടെ തണ്ടുകൾക്കൊന്നും ഒരു ഛേദവും ഏൽക്കരുത്. ഏറ്റു കഴിഞ്ഞാൽ മണ്ണിൽ നിന്നുള്ള കീടബാധ പെട്ടെന്ന് ഇതുങ്ങളെ നശിപ്പിച്ച് കളയും. അപ്പോൾ കണ്ടോ, നമ്മുടെ ഗ്രോ ബാഗ് എല്ലാം ഞാൻ നിറച്ച് നല്ലതായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളി തൈകൾ എല്ലാവരും ഇതുപോലെ തന്നെ നടുക. നമുക്ക് ഇനി നമ്മുടെ തക്കാളി തൈകൾ നടുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം തക്കാളി തൈകൾ നടാനായിട്ട്. എന്നാലേ ഈ ചെറു പ്രായത്തിലെ ഇതുപോലെ പൂക്കളും കായ്കളും ഒക്കെ കിട്ടത്തുള്ളൂ. തക്കാളി തൈകൾ വെയിലില്ലാത്ത സ്ഥലത്താണ് നടുന്നതെന്നുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ കോലുപോലെ പോത്തതേ ഉള്ളൂ. നമുക്ക് വിളവ് കിട്ടാനൊക്കെ താമസിക്കും. ഞാൻ ഈ സെയിം മെത്തേഡിൽ നട്ട എൻ്റെ കാന്താരിയാണ് ഇത്. നമ്മുടെ ബുള്ളറ്റ് ഇനത്തിൽപ്പെട്ട മുളകാണ് കേട്ടോ. ഇതിലും ഇഷ്ടംപോലെ മുളകുകളൊക്കെ ആയി വരുന്നുണ്ട്. ഒത്തിരി വർഷം പഴക്കമുള്ളൊരു തൈയാണ് കേട്ടോ അത്. ഇത് നമ്മുടെ നീലക്കാന്താരിയാണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണുന്നത് വരെ താങ്ക്